ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്നാക്സ് ഒന്നുമല്ല കേട്ടോ, നല്ലൊരു കറീൻ്റെ റെസിപ്പിയാണ്. അപ്പത്തേക്കും ചോറുക്കും ചപ്പാത്തിക്കും ഒക്കെ പറ്റുന്ന നല്ലൊരു കറീൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് മീൻ കറിയാണെന്ന്. പക്ഷേ ഇത് മീനല്ല, നല്ല പച്ചക്കായ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള മീൻ കറീൻ്റെ വലിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതാ 2 പച്ചക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് വലിയൊരു കഷ്ണം മീനൊക്കെ കിട്ടൂലേ, അതിൻ്റെ ഷേപ്പിലൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഇത് ആളെ പറ്റിക്കണ ഒരു പരിപാടി തന്നെയാണ്. പക്ഷെ കണ്ടാൽ ആരും പറയില്ല ഇത് മീനല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് അപ്പത്തേക്കും ചപ്പാത്തിക്കും എന്താ പറയുക ചോറുക്കും പൊറാട്ടയ്ക്കും ഒക്കെ നല്ല ഇതായിട്ട് തന്നെ കഴിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാനിത് മീനിൻ്റെ അതേമാതിരി തോന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ നടുക്ക് ഒരു ഓട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓട്ട ഇട്ട് കൊടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് കഷ്ണ മീനൊക്കെ വാങ്ങുമ്പോൾ അതിനൊരു ഓട്ടം ഉണ്ടാവില്ലേ, അത് മുറിച്ച് വരുമ്പോൾ ആ ഭാഗത്ത്, അപ്പോൾ അതുമാതിരി തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓട്ട ഇട്ട് കൊടുക്കുന്നത്. സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ, ഒരു തൊണ്ടവേദനയൊക്കെ ചെറിയതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഞാൻ അതെല്ലാം അങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം കഴുകാൻ വേണ്ടിയിട്ട് കറൊക്കെ കളയാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ടുകൊടുത്തിക്കണം. ഇത് വെള്ളത്തിലും കഞ്ഞിവെള്ളത്തിലൊക്കെ കഴുകിയെടുക്കുക, അല്ലെങ്കിൽ മഞ്ഞൾ ഇട്ട് കണ്ടുള്ള വെള്ളത്തിലും കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ കറൊക്കെ പോകും. ഞാനിപ്പോൾ സാധാ പച്ചവെള്ളത്തിലാണ് കഴുകിയെടുത്തിട്ടുള്ളത്. വേറെ ഒന്നിലും മുക്കി വെച്ചിട്ടൊന്നുമില്ല കേട്ടോ. കറൻ്റെ പ്രശ്നമൊന്നുമില്ല, നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ മീനൊന്ന് കായം തേക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ മുളകും പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വിനാഗിരി എടുത്തിട്ടുണ്ട്, സുർക്ക. അതില്ലാന്നുണ്ടെങ്കിൽ ചെറുനാരങ്ങൻ്റെ നീര് എടുത്താലും മതി കേട്ടോ. പിന്നെ പാകത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കായം തേക്കണ പരുവത്തിൽ ആക്കി എടുക്കുന്നുണ്ട്. നല്ല ടൈറ്റ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മീനിൽ പിടിക്കണ മാതിരി അതിൽ പിടിക്കൂല. അപ്പോൾ ഇത്തിരി ഒന്ന് ലൂസാക്കിയിട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എല്ലാ പച്ചക്കായും കൂടി ഇട്ടിട്ട് നമ്മൾ ഇതിൽ നല്ലോണം പരത്തിയെടുത്താൽ മതി. നമ്മൾ സാധാ മീൻ എങ്ങനെയാണ് കായം തേക്കുന്നത് അതേമാതിരി തന്നെ ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സാധാ മീൻ പൊരിച്ചെടുക്കണ മാതിരി ഇത് 2 പ്രാവശ്യം നല്ലോണം മൊരിയിച്ചിട്ട് പൊരിച്ചെടുക്കണം. ഈ പൊരിച്ചെടുത്തത് നമുക്ക് കറിയിലേക്കല്ലാതെ നമ്മൾ ചേനൊക്കെ പൊരിച്ച് കഴിക്കൂലേ, അതേമാതിരത്തെ ഒരു ടേസ്റ്റ്, നല്ല രസമാണത് വെറുതെയെങ്കിലും കഴിക്കാൻ കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കണം എന്നുണ്ടെങ്കിൽ ഇതേമാതിരി കായം തേച്ചിട്ട് പൊരിച്ചിട്ട് കൊടുത്തയച്ചാലും നല്ല രസം ഉണ്ടാവും കേട്ടോ. കുട്ടികൾക്ക് അറിയില്ല ഇത് ചേനയാണോ പച്ചക്കായാണോ എന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. അത് ഇഷ്ടപ്പെടുന്ന കുട്ടികൾ ഉരുളക്കിഴങ്ങ് പൊരിച്ചത് ഇങ്ങനെയൊക്കെ പൊരിച്ചത് ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് അങ്ങനെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിതെല്ലാം മീനും നമ്മൾ സാധാ മീൻ പൊരിക്കണ മാതിരി തന്നെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പൊരിച്ച് വരുമ്പോൾ നമുക്ക് തീരെ മനസ്സിലാവും കേട്ടോ അത് മീനാണോ വേറെ എന്താണെന്നുള്ളത്. വേറെ ഒരാൾക്ക് പുറമെന്ന് കണ്ടാൽ ഇതെന്താണ് കഴിച്ച് നോക്കുമ്പോൾ പിടികിട്ടും മീനല്ല എന്നുള്ളത്. പക്ഷേ രൂപത്തിലും ഭാവത്തിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. അപ്പോൾ ഞാനിത് ഒരു ഭാഗം മൊരിഞ്ഞപ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു മീനിൻ്റെ ഒരു ഫീലല്ലേ വരുന്നത്. നമുക്കത് പച്ചക്കായാണെന്നൊന്നും തോന്നുന്നില്ലല്ലോ. ഇത് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ നമുക്കിത് പച്ചക്കായാണെന്നുള്ളത്. അപ്പോൾ ഇതാ 2 ഭാഗവും ഇതേപോലെ തന്നെ നല്ലോണം ഒന്ന് മൊരിയിപ്പിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ സാധാ മീൻ പൊരിച്ചതൊക്കെ പൂർണ്ണമായി തന്നെ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ മീൻ കണ്ടിട്ട് പറയുന്നത് കാണുമ്പോൾ നമ്മളെ പച്ചക്കായൊക്കെ അത് പൊരിച്ച് കോരിക്കണം കേട്ടോ. മീൻ കോരുന്ന മാതിരി തന്നെ ശരിക്കൊരു മീനിൻ്റെ ലുക്ക് തന്നെ അല്ലേ ഇത് കാണാൻ. പിന്നെ അതൊരു ചട്ടി എടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉലുവ പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് കുഞ്ഞുള്ളിയും വേണം, വെല്ലുള്ളിയും വേണം കേട്ടോ. കുഞ്ഞുള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളി, ചീരുള്ളി എന്നൊക്കെ പറയില്ല, അത് സാധാരണ തന്നെ. അതൊരു 10-15 എടുത്തിട്ട് 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അത് വെച്ച് കുഞ്ഞൊരു സവാളയാണ്, അതും കൂടി എടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളകും അതിട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കണം. ഇത് നല്ലോണം വഴറ്റി വന്നതിൻ്റെ ശേഷമാണ് നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കൽ കേട്ടോ. ഞാൻ അധികവും ഇങ്ങനെ വഴറ്റുമ്പോൾ ഉപ്പിട്ടിട്ട് വഴറ്റാറില്ല. ഉപ്പിട്ടാൽ പെട്ടെന്ന് ആയി കിട്ടും. പക്ഷേ എനിക്ക് ഉപ്പിട്ട് വഴറ്റിനെക്കാട്ടിയും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഉപ്പിടാതെ വഴറ്റുമ്പോഴാണ്. അപ്പോൾ അതൊന്നും ഇങ്ങോട്ട് വഴറ്റി വന്നപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 പീസ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നല്ലോണം ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ഒരു 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണോളം തന്നെ മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുളകിന് വലിയ എരിവില്ല,
അതുകൊണ്ടാണ് ഞാൻ അത്ര ഇട്ട് കൊടുത്തത്. നല്ല എരിവുള്ള മുളകാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളകും 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളകും കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഞാൻ കുറച്ച് ഇതിലേക്ക് പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു അരപ്പുണ്ടാക്കാനുണ്ട്, അതിൽ ഞാൻ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് നല്ലോണം ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേന് തക്കാളി ഇട്ട് കൊടുക്കുക. നല്ല പഴുത്തിട്ടുള്ള 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തത്. അതൊന്ന് നല്ലോണം വഴണ്ട് വന്നപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞിട്ട് വെച്ചിരുന്നു. അപ്പോൾ ആ പുളിവെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിവെള്ളം തന്നെ പുളി നമ്മൾ നോക്കിയതിൻ്റെ ശേഷം വേണം പിന്നെ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നമ്മൾ പിന്നീട് പുളിവെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുളി കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പിന്നീട് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് പച്ചവെള്ളമാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം പുളിയുണ്ട്. പിന്നെ അത് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം. അത് തിളച്ച് വരുമ്പോൾ നമ്മളെ മീനിട്ട് കൊടുക്കണം. നമ്മളെ മീൻ എന്ന് പറഞ്ഞാൽ പച്ചക്കായ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ളത് കാണുമ്പോൾ ഇത് നല്ല അയക്കുറോണ്ടും മപ്പാസൊക്കെ വെക്കണ മാതിരി തോന്നണില്ല. ഇതൊക്കെ എന്താ പറയുക, ഇതായിട്ട് കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് വന്നിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. മീൻകറി അല്ലാന്ന് ഒരാൾ പറയില്ല. അപ്പോൾ നമുക്ക് മക്കളൊക്കെ പറ്റിക്കാനൊക്കെ നല്ല സാധനം കേട്ടോ. ചപ്പാത്തിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുത്ത ഉഷാറ് കറിയാണ്. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് എടുക്കട്ടോ. മസാലക്കറിയാണ് വേണ്ടത്, മീൻ മുളകിട്ടതുമാതിരിയൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇത്രയും മതി കേട്ടോ. ഇങ്ങനെ നമുക്ക് എടുക്കാം. അപ്പോൾ എനിക്ക് വേണ്ടത് ഇങ്ങനെയല്ല, കുറച്ച് ചാറായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർക്കുന്നുണ്ട്. ഒരു 1/4 കപ്പ് തേങ്ങയും ഒരു 1/2 സ്പൂണ് പെരുംജീരകം കൂടി മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല, ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ലല്ലോ. 1/4 കപ്പ് തേങ്ങയും ഒരു 1/2 സ്പൂണ് പെരുംജീരകം. പിന്നെ നമുക്ക് എത്രയാണോ ഇതിൻ്റെ ഗ്രേവി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഞാനിതിൽ ഒരു 1/4 കപ്പോളം വെള്ളം ഞാൻ തേങ്ങ അരച്ച് മിക്സിൻ്റെ ജാറിൽ തന്നെ ചുഴറ്റിയിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ട് തിളപ്പിച്ചിട്ട് സാധാ മീൻകറി എങ്ങനെയാണോ വെക്കണത് അതുമാതിരി ആക്കിയെടുക്കണം. അപ്പോൾ ഞാനിതാ ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ തിളച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു 5 മിനിറ്റും കൂടി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ട് നമ്മളെ പച്ചക്കായൊക്കെ നല്ലോണം വെന്തും വന്നിട്ടുണ്ട്. നമ്മളൊന്ന് നെക്കി നോക്കണം, പൊരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നെക്കി പച്ചക്കായയിൽ മസാല പിടിച്ചിക്കണമെന്ന് നോക്കണം കേട്ടോ. ആ ടേസ്റ്റ് വന്നിക്കണമെന്ന് നോക്കണം. അത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കറി റെഡി ആയിക്കണം. നമ്മളെ സ്പെഷ്യൽ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് താളിക്കാനും തൂമിച്ച് വയ്ക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഫസ്റ്റ് തന്നെ വഴറ്റിയിട്ട് വെച്ചതല്ല. അപ്പോൾ ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഇത് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഉഷാറ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പച്ചക്കായ കൊണ്ട് ഇതുവരെ ഇങ്ങനെ ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.